മനസ്സിലായി, വീട് നമ്മൾ മനസ്സിലായി, ഇതൊക്കെയാണ്. അവിടെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയം കടന്നു വരുന്നത്. ഇതിനെല്ലാം അംഗീകരിക്കുന്ന ഒരു സ്വഭാവം, സംസ്കാരം, ഈ വൈവിധ്യം എല്ലാം അംഗീകരിക്കുന്ന സംസ്കാരം, ആ സംസ്കാരമാണ് മതനിരപേക്ഷ സംസ്കാരം. ഒന്നുകൂടി കാണാൻ ഞാൻ പറഞ്ഞത്, പ്രകൃതിയെ അംഗീകരിക്കുന്ന സംസ്കാരമാണ് മതനിരപേക്ഷ സംസ്കാരം. എല്ലാത്തിനും അംഗീകരിക്കും. അത് പോകും, ആയിക്കോട്ടെ പോകും, ആയിക്കോട്ടെ പോകും, എന്തു വേണമെങ്കിലായിക്കോട്ടെ. എനിക്ക് സാമ്പാറാണ് ഇഷ്ടം, പറയൂ. താൻ പറയൂ, സാമ്പാർ. കാളനാണ് ഇഷ്ടം, പറയൂ. പറയൂ, ആയിക്കോട്ടെ, പറയാവാത്തത് കാരണമാണ് ഇഷ്ടമെങ്കിൽ മീൻകറിയാണ് ഇഷ്ടം, വേറെ ചിക്കൻ കറിയാണ്, ഇതൊന്നും ഇഷ്ടമില്ല, മോരാ ഇഷ്ടം, പറയൂ. അല്ലേ, അങ്ങനെയല്ലേ? ആള് എന്താണ് ചിക്കൻ കഴിച്ചേ പറ്റുള്ളൂ, അങ്ങനെ ആരെങ്കിലും പറയോ? ഈ ചിക്കനാക്കാമോ അങ്ങനെ പറയോ? ഇല്ല. സാമ്പാറാക്കാമോ അങ്ങനെ പറയോ? ഇല്ല. സാമ്പാർ ഇഷ്ടമുള്ളവര് ഉണ്ട്, ചിക്കൻ ഇഷ്ടമുള്ളവര് ഉണ്ട്. തിരിച്ച് മനസ്സ് വിളിക്കുന്നുണ്ട്. എന്തിനാ തുടങ്ങിയത്? വൈവിധ്യം എന്തിനാണ് നമ്മൾ അംഗീകരിക്കുന്നത്? വൈവിധ്യമേ ഉള്ളൂ, പക്ഷെ അതെന്തിനാ അംഗീകരിക്കുന്നത്? നോക്കൂ, ഈ വൈവിധ്യമാർന്ന എത്ര ആൾക്കാരിയ്ക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാം വികാരങ്ങൾ പലതും ഒന്നാണ്. കേൾക്കണ്ടോ? ഒന്നാണ്. അതൊരു ഉദാഹരണമാണ് ചണ്ടാല ഭിക്ഷുകി എന്ന കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കവിതയിലെ കുമാരനാശാൻ എടുത്ത